ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? മൂന്നാർ പോകാൻ ആഗ്രഹമുണ്ട്. എന്താ ഒരു ചോദ്യം? മൂന്നാർ പോകാൻ ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മഴയും കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും വേറെ കുറെ കാര്യങ്ങളുമായി ഒരു പുതിയ സീരീസ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനായ മൂന്നാറിന്റെ വെൽക്കം ടു ഫ്ലെമിംഗോ റൂട്ട്സ്. ഞാൻ മനു സൈമൺ ഫിലിപ്പ്. പലരും മൂന്നാറിലേക്ക് പോകുന്നത് മലയുടെയും കോടമഞ്ഞിൻ്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കാനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. മൂന്നാറിൽ പോകുന്നവരിൽ ഭൂരിഭാഗം പേരും ടാക്സി ഡ്രൈവർമാർ പറയുന്ന ചില സ്ഥലങ്ങളിൽ മാത്രം പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരുകയാണ് പതിവ്. അവർ കാണിച്ചിരുന്ന ചില സ്ഥലങ്ങൾ കണ്ട് മൂന്നാർ കണ്ടു എന്ന് കരുതി നമ്മൾ തിരികെ പോയി. യഥാർത്ഥത്തിൽ മൂന്നാറിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു മൂന്നാർ സീരീസ് പ്ലാൻ ചെയ്തത്. ഇത് വെറും വ്ളോഗല്ല, നിങ്ങളുടെ സ്വന്തം മൂന്നാർ ട്രാവൽ ഗൈഡാണിത്. എന്താണ് മൂന്നാറിലുള്ളത്? നിറയെ ചായത്തോട്ടങ്ങൾ? അല്ല, അതിനും അപ്പുറമാണ്. ഒളിഞ്ഞിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ, വഴിയില്ലാ വഴികളായ മലമ്പാതകൾ, വന്യജീവി സങ്കേതങ്ങൾ, കോടപുതച്ച ഗ്രാമങ്ങൾ എല്ലാം കൂടി മൂന്നാറിനെ കാഴ്ചകൾക്കപ്പുറം ഒരു അനുഭവമാക്കി തീർക്കുന്നു. ആ അനുഭവത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ സീരീസ്. ഏതൊക്കെയാണ് മൂന്നാറിലെ കാഴ്ചകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന റൂട്ടുകൾ? മഞ്ഞിൽ മുങ്ങിയ ടോപ്പ് സ്റ്റേഷൻ റൂട്ടോ, ചന്ദനം മണക്കുന്ന മറയൂർ റൂട്ടോ, സീനിക്കായ ആനയിറങ്ങൽ റൂട്ടോ? ഏതാണ് ഏറ്റവും നല്ല കാഴ്ചകൾ നൽകുന്നത്? വെള്ളച്ചാട്ടങ്ങൾ, വെള്ളിക്കൊലുസണിയിച്ച മലകളും പച്ചപ്പിൽ കവിത തീർക്കുന്ന തേയിലക്കാടുകളുമൊക്കെ ഏത് റൂട്ടിൽ പോയാൽ അധികമായി കാണുവാൻ കഴിയും? കോടമഞ്ഞിൽ മുങ്ങി നിന്നൊരു ചായ മൂന്നാറിലെ ഏറ്റവും വലിയ ഫീൽ. എന്താ ഒരു സുഖമല്ലേ? ഒരു ചായക്കപ്പുറം ചായയ്ക്ക് പിന്നിലെ ജീവിതവും കൂടിയാണ് മൂന്നാറിലെ ചായയെ ആ പെർഫെക്റ്റ് ചായയാക്കി മാറ്റുന്നത്. ഓരോ ചായയും ഉണ്ടാകുന്നത് വെറും മണ്ണിൽ നിന്നാണെന്ന ഒരു തിരിച്ചറിവ് മൂന്നാർ യാത്ര സഞ്ചാരികൾക്ക് നൽകുന്നു. മൂന്നാറിൻ്റെ രുചികളിൽ ചായക്കപ്പുറം വേറെ കുറെ കൂടിയുണ്ട്. മൂന്നാറിലെ പ്രസിദ്ധമായ കാഡ്മം, സിനമൺ ഐസ്ക്രീം പോലുള്ള സ്പൈസ് ഫ്ലേവേർഡ് ഐസ്ക്രീംസ്, മൂന്നാറിലെ പുഴയിലെ പരൽമീൻ കൊണ്ടുള്ള മീൻകറിയും മിസ് ചെയ്യാൻ പാടില്ലാത്ത അനുഭവമാണ്. കാടും നാടും ഒരുപോലെ ആസ്വദിക്കുവാൻ ഇന്ത്യയിൽ മൂന്നാറിനേക്കാൾ പറ്റിയ നല്ലൊരു സ്ഥലമില്ല. ഇരവികുളം നാഷണൽ പാർക്കിലെ നീലഗിരി താറിനും പാമ്പാടും ചോലയിലെ കാട്ടുപോത്തുകൾക്കും മതികെട്ടാൻ ചോലയിലെ കാട്ടുപുന്നകൾക്കും പറയാൻ വ്യത്യസ്തമായ കഥകളുണ്ട്. മഞ്ഞിന് മണമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതറിയണമെങ്കിൽ മൂന്നാറിലെ കൊളോണിയൽ കാലത്തിൻ്റെ ശേഷിപ്പുകളായ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവുകളിൽ താമസിക്കണം. പ്രണയം പെയ്തിറങ്ങുന്ന മൂന്നാറിലെ റിസോർട്ടുകളിലെ അത്താഴങ്ങൾ ഏതൊരാളെയും പ്രണയാതുരനാക്കും. പറയാൻ ഇനിയും ഏറെയുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് ഫ്ലെമിംഗോ റൂട്ട്സ്.